crossed with 2026. And Cristiano, if you're listening, don't retire. I need to see you in 2026. മാതാജിയുടെ കൂടെ കളിക്കാണ്ട് നമ്മൾ ഒരിക്കലും റിട്ടയർ ആവില്ല പുള്ള. മാതാജിക്ക് ജയ്. ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കളിക്കാനില്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2025 ഏറ്റവും ബെസ്റ്റ് തള്ളുകളെ പറ്റിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ പാർട്ട് 1 നിങ്ങൾ തന്ന റെസ്പോൺസ്, അതിന്റെ പ്രചോദനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഗായ്സ്. അപ്പൊ ഈ വീഡിയോയിൽ അതിനേക്കായി നല്ല റെസ്പോൺസ് തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ മൈക്കിന്റെ റെക്കോർഡ് ബട്ടൺ ഓൺ ആക്കുന്നു. നമ്മുടെ മാന്യ കണ്ടസ്റ്റൻസിനെയൊക്കെ വന്ദനം ചെയ്യാൻ നമ്മുടെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് ആണ് മാധവ് സുരേഷ്, എ.കെ. പണക്കാരന്റെ വീട്ടിലെ അലിൻ ജോസ് പെരേര. കഷ്ടപ്പെട്ടത് വെറുതെ. തള്ളുകളെ പറ്റി പറയുമ്പോൾ 2025 ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത ഘടകശാഖയാണ് മാധവ് സുരേഷ്. 2025 കാലം തെറ്റാതെ തള്ളുന്ന വളരെ കുറച്ച് സെലിബ്രിറ്റികളിൽ മുൻപന്തി നിൽക്കുന്ന ഒരു സെലിബ്രിറ്റിയുടെ മകനാണ് മാധവ് സുരേഷ്. ഇദ്ദേഹത്തെ തള്ളുകളെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മളൊരു ടൈം മെഷീൻ എടുത്ത് ആദ്യം കുറച്ച് കാലം മുന്നേ സഞ്ചരിക്കണം. പണ്ട് രണ്ട് മുണ്ടൊടുത്ത് വളിവിടുന്ന കാലത്ത് ഇദ്ദേഹം ഇന്റർവ്യൂ കൊടുത്തു. അന്ന് ഇന്നത്തെ പോലെ കോമാളികൾ ഇന്റർവ്യൂ എടുക്കുന്ന ഒരു സമയം ആയിരുന്നില്ല. എന്നിട്ട് കൂടി ഇദ്ദേഹം ഇന്റർവ്യൂവിൽ വന്നിട്ടുണ്ടായിരുന്നു. സാധാരണ സിനിമാ താരങ്ങളുടെ മക്കള് കൂടുതലും അഭിനയ രംഗത്തേക്കാണ് വരുന്നത്. അപ്പോ ഭാവിയിൽ നമുക്ക് ഇന്ത്യൻ ടീമിന് അഭിമാനിക്കാവുന്ന ഒരു ഫുട്ബോളറിനെ പ്രതീക്ഷിക്കാമോ മാധവില്? അവൻ പറയുന്നത് 2026 ഇന്ത്യ ലോകകപ്പ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ടീമിൽ ഒരു അംഗം ഞാനായിരിക്കും. ഇവിടെ മകന്റെ ഡിറ്റർമിനേഷൻ അല്ല, സുരേഷ് ഗോപിക്ക് അത്രയ്ക്ക് ഉറപ്പായിരുന്നു ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കില്ല എന്ന്. എങ്ങനെയാണ് ഫുട്ബോൾ പ്ലെയർ അല്ലെങ്കിൽ ഫുട്ബോളിന് അത്ര ഇഷ്ടമാണോ? എന്റെ ജീവൻ എന്ന് വേണമെങ്കിൽ പറയാം ഫുട്ബോൾ. അതില്ലെങ്കിൽ ഞാനില്ല. ഇന്ത്യക്കാരന് സ്വപ്നങ്ങൾ തകർന്ന് സിനിമാ ഫീൽഡിൽ പോയ ഒരു ബാലനാണ് ഗൈസ് മാധവ് സുരേഷ്. പക്ഷെ ഞാൻ ഇന്ത്യ കുറ്റം പറയില്ല ഗൈസ്, കാരണം ഇന്ത്യ എന്തെങ്കിലും ലോകകപ്പ് കളിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ ഡയലോഗ് കേൾക്കാൻ പറ്റുമോ? എന്തിനാടാ കൊന്നിട്ട് ഇയാളുടെ മകളും നമ്മളെ പോലെ തന്തയില്ലാതെ വളരാനോ? ഇതിന്റെ ഡയലോഗ് റൈറ്ററിനെ കാണണം. അദ്ദേഹം ഉറപ്പായിട്ട് തീജ്വാലകളുടെ നടുക്കിൽ നിന്നായിരിക്കും ഈ ഡയലോഗ് എഴുതിയിട്ടുള്ളത്. ഇയാളെ മുമ്പ് ഏതൊക്കെയോ സിനിമയിൽ എവിടേക്കോ മിഞ്ഞായം പോലെ കണ്ടിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ തന്നെ ഏതൊക്കെയോ സിനിമയിൽ ഇയാളെ ഫോർ ഷാഡോയിങ് ചെയ്യുന്നുണ്ട്. സാർക്ക് ഇപ്പടി ഒരു ഫ്ലാഷ് ബാക്ക് ഇരിക്കുന്നു, ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടില്ല. നെക്സ്റ്റ് പൃഥ്വിരാജ് ലോഡിംഗ് എന്നൊക്കെ കുറെ പേര് പറയുന്നുണ്ട്. ഭയങ്കര കട്ട് ആൻഡ് ഷാർപ്പ് ആയിട്ടാണ് ആൻസേഴ്സും കാര്യങ്ങളും, ഭയങ്കര വ്യക്തതയോടും. വ്യക്തതയോ? ഞാൻ കാണിച്ചത് എങ്ങനത്തെ വ്യക്തതയാണെന്ന്. ജെന്യൂൻ ചോദ്യം ചോദിച്ചാൽ ഇത് റൊണാൾഡോ കാണാൻ സാധ്യതയുണ്ട്. റൊണാൾഡോ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ആടെ റൊണാൾഡോ ഫിഫ വേൾഡ് കപ്പ് കളിച്ച് നേരെ വീട്ടിലേക്ക് വന്നിട്ട് നീലക്കോലിന്റെ ഇന്റർവ്യൂ കണ്ടോണ്ടിരിക്കുകയാണല്ലോ. ഇപ്രാവശ്യം മെസ്സി വേൾഡ് കപ്പ് കൊണ്ടുപോയി, കുഴപ്പമില്ല, സങ്കടം മാറ്റാൻ വേണ്ടി കുറച്ചേരം നീലക്കോലിന്റെ ഇന്റർവ്യൂസ് കാണാം. മാധവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ ഗൈസ്? റൊണാൾഡോയുടെ കൂടെ കളിക്കണം, ഫുട്ബോൾ കളിക്കണം. അതുകൊണ്ട് നീലക്കുയിലിന്റെ ഇന്റർവ്യൂസിനൊക്കെ പോയിട്ട് റൊണാൾഡോനെ വെല്ലുവിളിക്കുക, റൊണാൾഡോന് പല ബൈനറി സിഗ്നൽസ് അയച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് മാധവ് സുരേഷിന്റെ ഹോബീസ്. Hopefully, fingers crossed with 2026. And Cristiano, if you're listening, don't retire. I need to see you in 2026. ഓരോ മനുഷ്യന്മാരുടെ അവസ്ഥ നോക്ക് ഗൈസ്. ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മളൊക്കെ എത്ര ലക്കിയാണ് നമുക്ക് തന്നെ തോന്നുന്നത്. പടക്കളം the movie. I have to say this. 2-3 പേജസ് വളരെ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഇട്ടതായിരുന്നു. മാധവ് സുരേഷ് ഈ ക്യാരക്ടർ ചെയ്താൽ കുറച്ചും കൂടെ നന്നായിരിക്കുമെന്ന് പറഞ്ഞു. സർക്കേസം ബ്രോ. ഇയാളുടെ മകളും നമ്മളെ പോലെ തന്തയില്ലാതെ വളരാനോ? ഇത്രയും സ്ഫടിതമായിട്ടുള്ള ഡയലോഗ് ഡെലിവറി കണ്ടിട്ട് ആർക്കാണ് അങ്ങനെ പറയാൻ തോന്നിയത്? ശരിക്കും ആളുകൾ എന്തൊക്കെയാ പറഞ്ഞു നടക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ചെറുക്കന് വല്ല പണി ഒപ്പിച്ചു കൊടുത്തിട്ട് ജോലിക്ക് പറഞ്ഞിട്ട് 4 പൈസ ഉണ്ടാക്കോളാനും സിനിമയിൽ വിട്ട് മനുഷ്യന് സമയം കളഞ്ഞു. സിനിമാ പ്രേക്ഷകരാണ് എന്റെ അച്ഛനെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കിയത്. സോ അവരെ തീരുമാനിച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ മെന്റാലിറ്റി തന്നെ തെറ്റാണ്. അല്ല മോനെ, അല്ല, നിന്റെ അച്ഛൻ ആരും ഇവിടെ സൂപ്പർ സ്റ്റാർ ആക്കിയതല്ല, ആള് ഒറ്റയ്ക്ക് കേറി വന്നത് തന്നെയാണ്. എനിക്ക് അതിനുള്ള കാലിബർ ഉണ്ടെന്ന് അവര് മനസ്സിലാക്കിയാൽ, അവരെല്ലാം മനസ്സിലാക്കേണ്ടത് നീയാണ് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് നീ തന്നെ നിന്റെ മേലെ വർക്ക് ചെയ്ത് നീ തന്നെ നിന്നെ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരണം. ഞാൻ എന്റെ ചാനൽ തുടങ്ങിയ പിറ്റേ ദിവസം തന്നെ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബർ ആയതല്ല. ഞാൻ 0 സ്റ്റാർട്ട് ചെയ്ത് വർക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വീണ്ടും കുറെ ട്രോളൊക്കെ കയറ്റി വാങ്ങി വർക്ക് ചെയ്തിട്ടാണ് 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയത്. ബൈ ദ വേ, താങ്ക് യു ഗൈസ്. മേ ബി വൺ ഡേ കേൾക്കുന്നില്ല, ഒരു കയ്യടി കിട്ടി. അവിടെയുള്ള എല്ലാവർക്കും 50 രൂപ വെച്ച് ഗൂഗിൾ പേ ചെയ്യുന്ന എല്ലാവരും കയ്യടിക്കുക. കയ്യടി ആയിരുന്നു വാങ്ങാനുള്ളതല്ല, പക്ഷെ ഞാൻ ലൈക്ക് ആയിരുന്നു വാങ്ങും, പക്ഷെ കയ്യടി ആയിരുന്നു വാങ്ങാനുള്ളത്. അപ്പൊ ഗൈസ് ഇന്നത്തേക്ക് ഇത്രയും മതി. കാരണം ഗൈസ് എനിക്ക് പനി പിടിച്ചു. ഞാനത് ഒരു 8 മിനിറ്റിന്റെ വീഡിയോ ആണ് പ്ലാൻ ചെയ്തത്, പക്ഷെ നടന്നില്ല. സോറി ഗൈസ്, ശോകമാണെന്ന് അറിയാം, പക്ഷെ ഇപ്രാവശ്യം ക്ഷമിക്കും ഗൈസ്. എനിക്ക് ശരിക്കും നിങ്ങളെ മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ വീഡിയോയിൽ 30K ലൈക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി 20K ആക്കി വെച്ചിരിക്കുന്നത്. അതിന് മുമ്പത്തെ വീഡിയോയിൽ 20K ആണ് ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ എല്ലാം കൂടി 38K ആക്കി വെച്ചിരിക്കുന്നത്. ഞാൻ എന്ത് പറയുന്നോ കറക്റ്റ് അതിന്റെ ഓപ്പോസിറ്റ് നിങ്ങൾ
നിങ്ങൾ ചെയ്യും. ഞാൻ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് ID ചോദിച്ചു ഇല്ല. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന്റെ അവസാനത്തെ 4 നമ്പർ ചോദിച്ചോ ഇല്ല. നിങ്ങളുടെ ഇപ്രാവശ്യത്തെ റേഷനറി ചോദിച്ചോ ഇല്ല. നിങ്ങളുടെ താകി ഞാൻ ചോദിക്കുന്ന ഒരേ കാര്യം ലൈക്ക് അടിക്കലാണ്. അറ്റ്ലീസ്റ്റ് ഞാൻ പനി വന്ന് നാളെ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്റെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടിയെങ്കിലും ലൈക്ക് അടിക്കുക ഗൈസ്. ലൈക്ക് അടിക്കാൻ വേണ്ടി എന്തൊക്കെ പറയേണ്ടി വരും. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ പാർട്ട് ടൈം ആയിട്ട് വീഡിയോ എഡിറ്റിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ വീഡിയോ എഡിറ്റിംഗ് കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ഈ വീഡിയോ കണ്ടാൽ മതി. അടുത്തൊരു കിടിലൻ വീഡിയോ കാണാൻ. സ്റ്റാർട്ട്. ബൈ ബൈ. ലവ് യു.